ഹലോ മക്കളെ, എടാ SLC ക്ലാസ്സുകളൊക്കെ അസ്ത്രയിൽ ആരംഭിച്ചു കഴിഞ്ഞു. വളരെ പതുക്കെ നമ്മൾ ബേസിക് ക്ലാസ്സുകളൊക്കെ തന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിനായി ബേസിക്കൊക്കെ ഇങ്ങനെ തരുന്നതെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? എടാ, ഏതൊരു കാര്യവും നമ്മൾ ഒരു ക്ലാസ് തുടങ്ങുന്ന സമയത്ത് കൃത്യമായി പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോയാൽ വളരെ ഈസി ആയിട്ട് ടെൻഷൻലെസ് ആയിട്ട് നമുക്ക് കാര്യങ്ങളെ സമീപിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, എസ്പെഷ്യലി നമ്മളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള SLC എക്സാമൊക്കെയാണ് വരാനുള്ളത്. അപ്പോൾ അവസാന സമയങ്ങളിൽ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രയാസം എന്താണെന്ന് അറിയാം മക്കൾ, ഒരുപാട് ബേസിക് കാര്യങ്ങൾ അറിയാത്ത മൂലം പഠിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിട്ട് കൂടി അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അവർക്ക് പഠിക്കാൻ സാധിക്കുന്നില്ല. അവർ ബേസിക് കാര്യങ്ങളൊക്കെ ചെറിയ ക്ലാസ്സിൽ പഠിക്കേണ്ടതാണ്. ഒരുപക്ഷെ അവരുടെ മറന്നുപോയതോ അല്ലെങ്കിൽ ഒരുപക്ഷെ ചെറിയ ക്ലാസ്സിൽ പഠിക്കാൻ വലിയ താല്പര്യം കാണിക്കാത്തോ ഒക്കെ ആവാം അതിന് കാരണം. അപ്പോൾ ഇതൊക്കെ കണ്ടറിഞ്ഞാണ് നമ്മൾ അസ്ത്രയിൽ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ബേസിക് ക്ലാസ്സുകളൊക്കെ തരുന്നത്. അതിൽ സാറ് പറയാൻ പോകുന്നത് കെമിസ്ട്രിയുടെ കാര്യമാണ്. കെമിസ്ട്രിയിൽ സാറ് മുമ്പത്തെ വീഡിയോയിൽ മക്കളോട് പറഞ്ഞതാണ്, അതായത് ഫസ്റ്റ് തുടങ്ങുന്നത് തന്നെ ഓർഗാനിക് കെമിസ്ട്രിയാണ്. എടാ, നിർബന്ധമായിട്ടും നിങ്ങളെ കയ്യിൽ 9ാം ക്ലാസ്സിലെ ബേസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾ 10ാം ക്ലാസ്സിലെ ഓർഗാനിക് കെമിസ്ട്രി നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുക. അതുകൊണ്ട് തന്നെ ബേസിക് ക്ലാസ്സിൽ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് അതിനെ പറ്റിയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് എൻ്റെ എല്ലാ മക്കൾക്കും തീർച്ചയായിട്ടും ഈ ഒരു വർഷം സിമ്പിളായിരിക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ മക്കളെ, ആരെങ്കിലുമൊക്കെ അസ്ത്രയിൽ അഡ്മിഷൻ എടുത്തിട്ടില്ലെങ്കിൽ ഇനിയും അവസരം ഉണ്ട് കേട്ടോ. കുറച്ച് സീറ്റ് കൂടി നമുക്ക് ഇപ്പോൾ ബാക്കിയുണ്ട്. തീർച്ചയായിട്ടും അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. ഒപ്പം ഓർഗാനിക് കെമിസ്ട്രി പഠിക്കുന്ന സമയത്ത് മക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയോ? എഴുതി പഠിക്കണടാ. വായിച്ച് പഠിച്ചതുകൊണ്ട് ഒരു കാര്യവും നിങ്ങൾക്ക് ഓർഗാനിക് കെമിസ്ട്രിയിൽ കിട്ടാൻ പോകുന്നില്ല. കൃത്യമായി നിങ്ങൾ കാര്യങ്ങൾ എഴുതി നോക്കി എക്സാമ്പിൾസ് വെച്ച് ഒക്കെ പഠിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് ഓർഗാനിക് കെമിസ്ട്രി പഠിക്കാനായിട്ട് സാധിക്കുക. ഇതെന്തുകൊണ്ടാണ് സാർ ഇപ്പം വന്ന് പറയുന്നതെന്ന് വെച്ചാൽ, മക്കളിപ്പം വളരെ എനർജറ്റിക് ആയിട്ട് പഠിക്കണമെന്ന ആ മൂഡോട് കൂടി ഇരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ പറയുമ്പോൾ മക്കളത് അംഗീകരിക്കും. ഒരുപക്ഷെ കുറച്ചൊക്കെ കഴിയുമ്പോൾ നിങ്ങളറിയാതെ നിങ്ങൾക്ക് ഒരു താല്പര്യക്കുറവൊക്കെ വന്നു പോയാൽ അപ്പോൾ സാറിന് ഇത് പറഞ്ഞു തരാനായിട്ട് സാധിക്കില്ലല്ലോ. ഇപ്പോൾ എന്തായാലും മക്കളെല്ലാം അടിപൊളിയായിട്ട് പഠിക്കാൻ തയ്യാറായിട്ടുകൊണ്ടാണ് നിങ്ങൾ അസ്ത്ര ബാച്ചിലേക്ക് ജോയിൻ ചെയ്തിട്ടുള്ളത്, ഇനി ജോയിൻ ചെയ്യാൻ പോകുന്നതും. അതുകൊണ്ട് എപ്പോഴാ ഓർഗാനിക് കെമിസ്ട്രി എസ്പെഷ്യലി നിങ്ങൾ എഴുതി പഠിക്കുക. ഒരുപാട് സമയമൊന്നും അതിന് എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ പഠിക്കുന്ന സമയം തന്നെ ഒരു പേപ്പറും ഒരു പെന്നും ഉപ്പറും വെച്ചതിന് ശേഷം നിങ്ങൾ ആ കേൾക്കുന്ന കാര്യം, ക്ലാസ്സിൽ കേൾക്കുന്ന കാര്യം ഒപ്പം എഴുതി നോക്കുക. വീണ്ടും നിങ്ങൾ ക്ലാസ് ഒന്ന് പൗസ് ചെയ്തതിൻ്റെ ശേഷം നിങ്ങൾക്ക് സ്വന്തമായിട്ട് അത് കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. ഇങ്ങനെ വേണം മക്കൾ മുന്നോട്ട് പോകാൻ. ഇനി ഒരു കാര്യം കൂടി അതിനോടൊപ്പം പറയാം. ഇന്ന് പഠിച്ചൊരു കാര്യം നല്ല കൃത്യമായിട്ട് നിങ്ങൾക്ക് ഓർമ്മയുള്ള കാര്യം നാളെ രാവിലെ ആകുമ്പോൾ മറന്നുപോയി സാർ, ഇതൊരു കുറ്റമാണോ, ഇതൊരു അസുഖമാണോ? അല്ലടാ, നമ്മൾ മനുഷ്യനാണ് എന്നുള്ളതിന് തെളിവാണത്. അതായത് നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. സാർ, അപ്പം ഞാൻ നാളെ എഴുതി പഠിക്കണോ, അപ്പോൾ നാളത്തെ പഠിക്കാനുള്ളതോ? അങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് ചിന്തിച്ചിട്ട് ഒരുപാട് സമയം പഠിക്കണം, വളരെ ബുദ്ധിമുട്ടാണെന്നൊക്കെ തോന്നുമ്പോൾ പൊതുവേ നമുക്ക് പഠിക്കാനുള്ള താല്പര്യം കുറയും. പക്ഷെ അതിങ്ങനെ നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇന്ന് നിങ്ങൾ 1 മണിക്കൂർ എടുത്ത് പഠിച്ച കാര്യം ഒരുപക്ഷെ നാളെ ഒരു 10 മിനിറ്റോ അതല്ലെങ്കിൽ ഒരു 5 മിനിറ്റോ മതിയാകും. ഒന്ന് ഓർത്തെടുക്കുക, ഒന്ന് റിഫ്രഷ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അങ്ങനെ ഒരു 1 വീക്കിൽ നിങ്ങൾ ഈ റിഫ്രഷ് ചെയ്തുകൊണ്ടേ ഇരുന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പിന്നീട് അങ്ങോട്ട് അത് മറന്നു പോകുന്ന ഒരു ചാൻസേ ഇല്ല. അപ്പോൾ ഈ രൂപത്തിലൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് മക്കൾ പഠനം തുടരുക. ഒരിക്കൽ കൂടി സാറ് പറയാണ്, നമ്മളുടെ അസ്ത്ര ബാച്ചിൽ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബേസിക് ക്ലാസ്സുകളും അതോടൊപ്പം തന്നെ ബ്രിഡ്ജ് ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഒപ്പം നമ്മളുടെ പുതിയ SLC സിലബസിൻ്റെ എല്ലാ കാര്യങ്ങളും ഇവിടെ സെറ്റാണ്. തീർച്ചയായിട്ടും അതെങ്ങനെ നിങ്ങൾക്ക് എത്തിക്കണം എന്ന് കൃത്യമായി പ്ലാൻ ചെയ്തുകൊണ്ട് അത് എല്ലാ സബ്ജക്റ്റിലും സെറ്റായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഏതെങ്കിലും മക്കളുടെ കൂട്ടുകാർ അസ്ത്ര ബാച്ചിൽ ജോയിൻ ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേക്കടാ, ഒന്ന് സജസ്റ്റ് ചെയ്തേക്കടാ. അസ്ത്ര ബാച്ചിൽ ജോയിൻ ചെയ്ത മക്കളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ എക്സ്പീരിയൻസ് ഈ ഒരു കമൻറ്റ് ബോക്സിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തിട്ടാൽ സാറിന് സന്തോഷമാണ്. അപ്പോൾ എല്ലാവർക്കും അടിപൊളിയൊരു SLC കാലം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, സെറ്റ്.